أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. أشهد أن لا إله إلا الله وأشهد أن محمدا رسول الله. ശ്രദ്ധിക്കണേ. ബാബുൽ ഹുറൂഫി, ചില ഹർഫുകളെ കുറിച്ച് പറയുന്ന അധ്യായമാണ്. എങ്ങനെയുള്ള ഹർഫുകൾ? അല്ലത്തി, എങ്ങനെയുള്ളതായ ഹർഫുകളാണ്? തൻസിബു, ആ ഹർഫുകൾ നസ്ബ് ചെയ്യും. അൽ മുബ്തദ, മുബ്തദഇനിക്ക് നസ്ബ് ചെയ്യും. വ തർഫഉൽ ഖബറ, ഖബറിനിക്ക് റഫഉം ചെയ്യും. ഖബറിന് റഫഉം മുബ്തദഇന് നസ്ബും ചെയ്യുന്ന ചില ഹർഫുകളെ കുറിച്ച് പറയുന്ന അധ്യായമാണ്. നമുക്ക് ഉദാഹരണം പറയാം. ഇവിടെ ഇന്ന സൈദൻ ഖായിമുൻ എന്നൊരു പദം നിങ്ങൾക്ക് കാണാം. അവിടെ ആദ്യം ഇന്ന വരുന്നതിനു മുമ്പ് സൈദുൻ ഖായിമുൻ എന്ന രൂപത്തിലാണ് ആ സെന്റൻസ് ഉണ്ടായിരുന്നത്. സൈദ് നിൽക്കുന്നവനാണ് എന്ന സൈദ് എന്ന മുബ്തദഉം ഖായിമുൻ എന്ന ഖബറുമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ മുബ്തദ, സൈദ് എന്ന മുബ്തദഇനെ നസ്ബ് ചെയ്ത് സൈദൻ എന്ന ഒരു നസ്ബ് നൽകി, ഇന്ന എന്നത്. ഖായിമുൻ എന്നുള്ള ആ ഖബറിന് റഫ് കൊടുത്തു. റഫിന് ഓൾറെഡി ഖബറാവുമ്പോഴും റഫ് തന്നെയാണ്, അത് ഖബറാക്കിയിട്ട് ഇപ്പോഴും റഫ് തന്നെയാണ്. പക്ഷെ ഇപ്പോഴത്തെ റഫ് കൊടുത്തത് ഇന്നയാണ്. നേരത്തെ റഫ് കൊടുക്കുന്നത് ഇബ്തിദാ എന്ന മാനവിയായ ആമിലാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇന്ന സൈദൻ ഖായിമുൻ എന്നുള്ള സ്ഥലത്ത് ഇന്ന എന്ത് ചെയ്തു? സൈദ് എന്ന് മുൻപ് മുബ്തദ ആയിരുന്ന പദത്തിന് നസ്ബും ഖായിമുൻ എന്ന് മുൻപ് റഫുള്ള ഖബർ ആയി വന്ന ഖായിമുൻ എന്നുള്ളതിലേക്ക് ഇതിൻ്റെ വക ഒരു റഫും കൊടുത്തു. ഇങ്ങനെയുള്ള ഇന്നയും ഇന്നയുടെ സഹോദരിമാരെ കുറിച്ചുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? പറയും. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇന്നയെക്കുറിച്ചും അതുപോലെ മറ്റ് ചില ഹർഫുകളെ കുറിച്ചുമാണ്. എന്താണ് ഇവകളുടെ ജോലി? ഒരു മുബ്തദഇന് നസ്ബും ഒരു ഖബറിന് റഫ്ഉം ചെയ്യുകയാണ് പണി. വഹിയ, ആ ഹർഫുകൾ ഏതെല്ലാമാണ്? വഹിയ, അവകൾ ഇന്ന, ഇന്നയാണ്. വ അന്ന, അന്നയുമാണ്. വ കഅന്ന, കഅന്നയുമാണ്. വ ലാകിന്ന, ലാകിന്നയുമാണ്. വ ലൈത, വ ലഅല്ല, ലൈത്തയും ലഅല്ലയുമാണ്. 6 ഇന്ന, അന്ന, കഅന്ന, ലാകിന്ന, ലൈത്ത, ലഅല്ല. ഫഹാദിഹിൽ ഹുറൂഫു, ഈ ഹർഫുകൾ തൻസിബു, ഇവകൾ നസ്ബ് ചെയ്യും. അൽ മുബ്തദ, മുബ്തദഇനിക്ക് നസ്ബ് ചെയ്യും. തർഫഉൽ ഖബറ, ഖബറിനിക്ക് റഫഉം ചെയ്യും. ഖബറിനിക്ക് റഫഉം ചെയ്യും. നഹ്വ തഖൂലു, നീ പറയും. രണ്ടാമത്തെ ചോട്ടോ. നീ പറയും ഇന്ന സൈദൻ ഖായിമുൻ, തീർച്ചയായും സൈദ് നിൽക്കുന്നവനാണ്. നസ്ബത്ത, നീ നസ്ബ് ചെയ്തു. സൈദൻ, സൈദ് എന്നുള്ളതിലേക്ക് നീ നസ്ബ് ചെയ്തു. കാരണം എന്താണ്? എന്താ നസ്ബ് ചെയ്യാൻ കാരണം? ലിഅന്നഹു, കാരണം അത് സൈദ് എന്നുള്ളത് ഇസ്മു ഇന്ന, ഇന്നയുടെ ഇസ്മാണ്. വ റഫഅത, നീ റഫ്ഉ ചെയ്തു. ഖായിമുൻ, ഖായിമുൻ എന്നുള്ളതിനിക്ക് നീ റഫ്ഉ ചെയ്തു. എന്തതിന് കാരണം? ലിഅന്നഹു ഖബറുൻ ലഹു, അത് ഇന്നയുടെ ഖബറുമാണ്. അപ്പോൾ ഇന്നയുടെ ഖബറിനിക്ക് റഫ്ഉം ഇന്നയുടെ ഇസ്മിനിക്ക് നസ്ബും ചെയ്തു. അല്ലാഹു തആല, അല്ലാഹു തആല പറയുന്നു ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. ഇവിടെ ഇന്നല്ലാഹ ഗഫൂറുൻ റഹീം എന്ന് പറയും. ക്ലിയർ ആണോ?
എന്താ ഫാത്തിമ ജോയിൻ ചെയ്യാത്ത? നിങ്ങൾ വിളിച്ചാ? ആരെങ്കിലും വിളിച്ചിരുന്നാ? ഞാൻ മെസ്സേജ് അയച്ചിട്ട് നോക്കിയിട്ടില്ല. അപ്പൊ ഇന്നയും ഓക്കെ, ഇന്ന, അന്ന, അന്ന, ലാക്കിന്ന, ലൈത്ത, ലാല്ല. ഓക്കെ, എന്തിനാണ് ഈ ഇന്നയും അന്നയൊക്കെ ഇട്ട് പറയുന്നത്? ഒന്ന് ശക്തിപ്പെടുത്തി കൊടുക്കാനാണ്. ജയ്ദ് നിൽക്കണമെന്നില്ല എന്ന് ഒരാൾ നിഷേധിച്ചു. അപ്പൊ നിഷേധിച്ച ഒരാളോട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ശക്തിപ്പെടുത്തി പറയേണ്ടി വരും. തീർച്ചയായും ജയ്ദ് നിൽക്കുന്നവനാണ്. ആദ്യം തന്നെ നിഷേധിക്കാത്ത ഒരാളോട് പോയിട്ട് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ജയ്ദ് നിൽക്കുകയാണോ ഇരിക്കുകയാണോ എന്ന് ഓനറിയില്ല. അപ്പോൾ ഓനോട് നമ്മൾ പറയേണ്ടത് ജയ്ദ് നിൽക്കുകയാണ്, ജയ്ദുൻ ഖായിം എന്ന് പറഞ്ഞാൽ മതി. ജയ്ദുൻ ഖായിം എന്ന് പറഞ്ഞപ്പോൾ ആയാവുന്നല്ല, ജയ്ദ് നിൽക്കണമെന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അവനോട് നമ്മൾ എന്ത് ചെയ്യണം? ശക്തി കൂട്ടിയിട്ട് പറയണം, ഇന്ന ജയ്ദൻ ഖായിം, ജയ്ദ് നിൽക്കന്നെയാണ്, തീർച്ചയായും ജയ്ദ് നിൽക്കന്നെയാണ്. അപ്പോഴാണ് ഇതിൻ്റെ ആവശ്യം. ഇനി നമ്മൾ പറയുന്നത്, ശ്രദ്ധിക്കണേ, ഇനി നമ്മൾ പറയുന്നത് ഇന്ന എപ്പോഴാണ് വായിക്കുക, അന്ന എപ്പോഴാണ് വായിക്കുക? രണ്ടും ഒരേപോലെ തന്നെയാണ്, ഇന്നയും അന്നയും. ഒന്ന് കസ്റാണ് അലിഫിന്, മറ്റൊന്ന് ഫത്ഹാണ്. അപ്പോൾ അത് എപ്പോഴാണ് അത് വായിക്കുക? അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഫസ്ലുൻ, ഞാനൊന്ന് ആദ്യം പറയാം. ഇവിടെ നോക്ക് നിങ്ങൾ, കാല സൈദുൻ ഇന്ന. അപ്പൊ കാല സൈദുൻ, ജയ്ദ് പറഞ്ഞു, ഇന്ന അംറൻ മുൻതലിക്കുൻ. അപ്പൊ കാല കൗല് എന്നതിന് ശേഷം, കാല അല്ലെങ്കിൽ യഖൂലു, കൗല്, അങ്ങനെയുള്ള കാലയുമായി ബന്ധപ്പെട്ട് വരുന്ന പദങ്ങൾക്ക് ശേഷം ഇന്നയെ വായിക്കാവൂ, അന്ന വായിക്കാൻ പറ്റൂല. അവിടെ നോക്ക് നിങ്ങൾ, ഉദാഹരണം, ഇന്നി അഅലമു മാലാ തഅലമു. ഇവിടെ കാണാം, ഇന്നി അഅലമു മാലാ തഅലമു. അവിടെ കാലക്ക് ശേഷം ഇന്നി എന്ന് വായിക്കും. കാല അന്നി അഅലമു എന്ന് വായിക്കാൻ പാടില്ല. രണ്ടാമത്തെ രൂപം, അതായത് ഒന്ന് കൗലിന് ശേഷമാണ്, മറ്റൊന്ന് കസമിന് ശേഷം, സത്യം ചെയ്ത് പറയുന്ന ശേഷം. നമ്മൾ സത്യം ചെയ്ത് പറയാനാണ്. നമ്മളാവട്ടെ, ഇനി അള്ളാഹു സത്യം ചെയ്ത് ഖുർആനിൽ പറയുന്നതാവട്ടെ. ഇപ്പോൾ നോക്ക് നിങ്ങൾ, ഹാമീം വൽ കിതാബിൽ മുബീൻ. മുബീനായ കിതാബിനെ തന്നെയാണ് സത്യം. ഇന്ന ഉണ്ട്, അവിടെ ഇന്ന എന്നാ വായിച്ചു. ഇന്ന, അവിടെ ഇന്ന എന്നാണ് വായിച്ചത്. മറ്റൊന്ന്, അപ്പൊ രണ്ടെണ്ണായി. ഒന്ന് കൗലിന് ശേഷം, മറ്റൊന്ന് കസമിന് ശേഷം, സത്യം ചെയ്ത് പറയുന്നതിന് ശേഷം. യാസീൻ വൽ ഖുർആനിൽ ഹകീം. കണ്ടോ, ഖുർആൻ തന്നെയാണ് സത്യം. ഇന്നക ലമിനൽ മുർസലീൻ, തീർച്ചയായും താങ്കൾ മുർസലീങ്ങളിൽപ്പെട്ടവരാണ്. അപ്പം അവിടെ ഇന്നാന്ന് വായിച്ചു. പിന്നെ മൂന്നാമത്തെ ഒരു സ്ഥലം, ഔ ഹൈസു ബുത്തദഅത ബിഹി, നീ തുടങ്ങുകയാണ്, ഒരു സെന്റൻസ് തുടങ്ങുകയാണ്, അപ്പോഴും ഇന്നയാണ് വായിക്കുക. ഇന്ന ഫതഹ്നാ ലക ഫത്ഹൻ മുബീൻ, അത് ഒരു സൂറത്ത് തുടങ്ങുക, ഒരായത്ത് തുടങ്ങുകയാണ്, ഒന്നാമത്തെ ആയത്താണ്. അപ്പോൾ അത് തുടക്കത്തിലും ഇന്നാണ് വായിക്കുക. അപ്പോൾ മൂന്ന് സ്ഥലം, ഒന്ന് കൗലിന് ശേഷം, ഖാല യഖൂലു, ഖുൽ എന്നൊക്കെ പറഞ്ഞു, ഖുൽ ഇന്നമാ അന ബശറുൻ, അത് ഖുർആനിൽ കാണാം. അതുപോലെ രണ്ടാമത്തത് സത്യം ചെയ്ത് പറഞ്ഞതിന് ശേഷം. നമുക്ക് അള്ളാഹുവിനെ പിടിച്ച് മാത്രമേ സത്യം ചെയ്യാൻ പറ്റൂ, പക്ഷെ അള്ളാഹുവിനിക്ക് ആരെ പിടിച്ചു സത്യം ചെയ്യാം. അതുപോലെ തുടങ്ങുകയാണെങ്കിൽ, ഒരു കലാം, ഒരു സംസാരം തുടങ്ങുകയാണെങ്കിലും നമ്മൾ ഇന്ന എന്ന് വായിക്കണം. ഇത് മൂന്നും ഓക്കെയാണോ? ക്ലിയർ ആണോ? നോട്ട് ചെയ്താ? അത് നോട്ട് ചെയ്ത് നോക്കി. നോട്ട് ചെയ്തില്ലേ?
ജുമാന ജുമാന യെസ് വായിക്കാം. ഫസ്ലും വ ഇന്നൽ മക്സൂറത്തു കസ്ർ വക്കപ്പെട്ട ഇന്ന തഅതി അത് വരും ബഅദൽ ഖൗലി ഖൗലിന് ശേഷം ഖൗല് എന്ന പദത്തിന് ശേഷം. ഖൗല് എന്ന് മസ്തറാണ്, അപ്പോൾ അതിൻ്റെ മാദിയാവാം മുദാരിയാവാം അമ്രാവാം എന്തോ ആവാം നെഹിയു ആവാം എന്തോ ആവാം. ഖൗല് എന്നുള്ളതിന് പിടിച്ച പദങ്ങൾക്ക് ശേഷം. നെഹു ഇതുപോലെ നെഹു ഖൗലിക്ക നിന്റെ വാക്കുപോലെ. ഖാല സൈദുൻ ഇന്ന അംറൻ ഖാല സൈദ് പറഞ്ഞു ഇന്ന അംറൻ മുന്തലിക്കും. അപ്പോൾ ഖാല എന്നുള്ളതിന് ശേഷമാണ് ഖാലൻ്റെ പറയപ്പെട്ട സംഗതിയായിട്ടാണ് എന്ത് വന്നിരിക്കുന്നത്. സൈദ് പറഞ്ഞത് എന്താ? ഇന്ന അംറൻ മുന്തലിക്കുന്നതാണ്. അതുപോലെ ഖാല അല്ലാഹു തആല ഖാല ഇന്നി അഅലമു ഖാലൻ്റെ അവൻ പറഞ്ഞു അള്ളാഹു പറഞ്ഞു ഇന്നി അഅലമു മാ ലാ തഅലമൂൻ നിങ്ങൾക്ക് അറിയാത്തത് എനിക്കറിയാം. അവിടെ കാലക്ക് ശേഷം ഇന്നി എന്നാണ് ഉപയോഗിച്ചത്. അതൊരു രൂപം. രണ്ടാമത്തത് ഔ ബഅദൽ ഖസമി ഖസമിന് ശേഷം സത്യം ചെയ്ത് പറയുന്നതിന് ശേഷം. ഇതുപോലെ ഖൗലി തആല ഹാമീം വൽ കിതാബിൽ മുബീൻ ഇന്നാ അൻസൽനാഹു അതുപോലെ വയാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ. അപ്പോൾ അത് ഒന്ന്, ഇത് രണ്ട്. ഈ പറഞ്ഞത് ഒന്ന്, ഈ പറഞ്ഞത് രണ്ട്. ഇനി മൂന്നാമത്തെ രൂപം ഔ ഹൈസു ബുത്തദഅത നീ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ നീ ആരംഭിച്ചിരിക്കുന്നു ബിഹി ആ ഇന്ന കൊണ്ട്. തുടക്കത്തിലാണ്, ഒരു സെൻറ്റൻസിൻ്റെ ആദ്യത്തിലാണ്, തുടക്കമാണ്. അവിടെ ഇന്നയാണ് ഉപയോഗിക്കുക. നെഹു ഖൗലിഹി തആല അല്ലാഹു തആലാൻ്റെ വാക്ക് പോലെ ഇന്നാ ഫതഹ്നാ ലക ഫത്ഹം മുബീനാ. അതുകൊണ്ട് ആ സൂറത്ത് തുടങ്ങാൻ അപ്പോൾ ഇന്ന എന്ന് വായിക്കണം, അന്നാ ഫതഹ്ന എന്ന് വായിക്കാൻ പറ്റില്ല. ഇനി നോക്കണേ, ഇനി അന്ന വരുന്ന സ്ഥലം ഇവിടെ നോക്ക് നിങ്ങൾ. അലിംതു അന്ന സൈദൻ മുൻതലിഖുൻ അലിംതു അന്ന സൈദൻ മുൻതലിഖുൻ ലനൻതു അന്നക ജാഹിലുൻ ലനൻതു അന്നക ജാഹിൽ. അപ്പോൾ ഇൽമ് ലന്ന്, ഇൽമ് എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും പറയുന്ന അറിവിനാണ് പറയാം. അറിവ് എന്ന പദത്തിനർത്ഥം എന്ന പദത്തിന് ശേഷം, അല്ലെങ്കിൽ ലന്ന് ഭാവന, മികച്ച ധാരണ, അവകൾക്ക് ശേഷം. അപ്പോൾ അലിമാണ് അലിംതു അന്ന സൈദൻ. അലിമ എന്ന് പറഞ്ഞാൽ ഇൽമ് എന്ന് വന്ന പദമാണ് അലിമ എന്നുള്ളത്. ലനൻതു ലനൻതു എന്നുള്ളത് ലന്നെന്ന് വന്ന പദമാണ്. ഇവകൾക്ക് ശേഷം അന്നയാണ് വായിക്കുക. അപ്പം അലിംതു ഇന്ന സൈദൻ എന്ന് വായിക്കാൻ പാടില്ല, അലിംതു അന്ന സൈദൻ എന്ന് വായിക്കണം. ലനൻതു ഇന്നക്ക ജാഹിൽ എന്ന് വായിക്കാൻ പാടില്ല, ലനൻതു അന്നക്ക ജാഹിൽ എന്ന് വായിക്കണം. ഓക്കെ ഓക്കെ, ക്ലിയർ ആണോ? ഒന്നാമത്തെ സ്ഥലം ക്ലിയർ ആണോ? എവിടെ ബാക്കിയുള്ളത്? ജുമാന ഇൽമിനും ലന്നിനും ശേഷം, ഇൽമിനും ലന്നിനും ശേഷം. രണ്ടാമത്തത്, ഇത് രണ്ടെണ്ണം ഉള്ളൂ കേട്ടോ. മറ്റൊന്ന് ഹൈസു തവസ്സത്തത്തിൽ കലാം, കലാമിന് ഇടയിൽ വന്നത്. കലാമിന് തുടക്കത്തിൽ വന്നാൽ ഇന്നയാണ് വായിക്കുന്നത്. ഇനി കലാമിൻ്റെ ഇടയിൽ വന്നു, മധ്യത്തിൽ വന്നു, അവസാനത്തിൽ ഏതായാലും വരില്ല. അവസാനത്തിൽ ഇന്ന വന്നിട്ട് അന്ന് അവസാനിക്കുന്നില്ല. ഒന്നിരിക്ക തുടക്കത്തിൽ വരും, അല്ലെങ്കിൽ ഇടയിൽ വരും. ഇടയിൽ വരികയാണെങ്കിലും അന്ന വായിക്കണം. നഹു കൗലിക്ക ലൗ അന്നക ജിത്തനുണ്ട്, ലൗ എന്നുള്ളതിന് ശേഷമാണ് അന്ന വന്ന്. ലൗ അന്നക ജിത്തനി, നീ എൻ്റെ അടുക്കൽ തീർച്ചയായും വന്നാൽ ല അക്രംതുക, ഞാൻ എന്നെ ആദരിക്കും, ബഹുമാനിക്കും. ലൗ എന്നുള്ളതിന് ശേഷം അന്ന ഇടയിൽ വന്നപ്പോൾ അന്ന എന്ന് വായിച്ചു. അല്ലാഹു തആല ഖുർആൻ എന്ന് പറയുന്ന തെളിവ് വലൗ അന്നഹും ഫഅലൂ മാ യുഅദൂന ബിഹി ലകാന ഖൈറൻ ലഹും. വലൗ ലൗന് ശേഷം ഇടയിലാണ്. ഇങ്ങനെ ഇടയിൽ വരികയാണെങ്കിലും
അല്ലെങ്കിൽ ലന്ന്, ഇൽമ് ഇവകൾക്ക് ശേഷമാണെങ്കിലും അന്ന എന്ന് വായിക്കണം. ഇന്ന എന്ന് വായിക്കേണ്ടത് എപ്പോഴാണ്? ഖൗലിന് ശേഷവും ഖസമിന് ശേഷവും ഒരു സെന്റൻസ് നമ്മൾ തുടങ്ങുകയാണെങ്കിലും ഇന്ന എന്നും വായിക്കണം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? നോട്ട് ചെയ്താ പറയും. അപ്പൊ അവിടെ 3 സ്ഥലം, ഇവിടെയും വേണമെങ്കിൽ 3 ആക്കാട്ടോ, ചേട്ടനായിട്ട് ഇൽമു എന്നൊക്കെ സെപ്പറേറ്റ് ആയിട്ട് എണ്ണുകയാണെങ്കിൽ അങ്ങനെയും ആക്കാം. ഷെക്ക് യക്കീൻ്റെ ഫീലുകൾ ഉണ്ടല്ലോ. ഇൽമു തന്നെ എന്ന് പറയുമ്പോൾ അവിടെ ഒന്നുകൂടി ഒരു ഷെക്ക് യക്കീൻ്റെ ഫീലുകൾ, ഹസിബ, ഖാല, സഅമ, വജദ, ലന്ന തുടങ്ങിയുള്ള അതൊക്കെ അതിനൊക്കെ ശേഷം പിന്നാന്ന് വായിക്കും. ഹസിബ, ഖാല അത് ലന്ന തന്നെയാണ്. ഹസിബ എന്നാണെങ്കിൽ ലന്നാണ്, ഖാല എന്നാണെങ്കിൽ ലന്ന തന്നെയാണ്. വജദ, അലിമ, റഅ ഇതൊക്കെ എന്താ? റഅ എന്നുള്ളത് അതും യക്കീൻ്റെ ഫീലുകളാണ്. അപ്പം ഇൽമിൻ്റെയും ലന്നിനും ശേഷം ഇൽമ് എന്ന പദത്തിനും ലന്ന് എന്നതിനെ കുറിക്കുന്ന പദങ്ങൾക്കും ശേഷം അന്ന വായിക്കണം. അന്നൽ മഫ്തൂഹത്തു തഅ്തി, ഫത്ഹ് വെക്കപ്പെട്ട അന്ന തഅ്തി അത് വരും. ബഅദൽ ഇൽമി വന്നന്നി, ഇൽമ് ലന്ന് എന്നിവയ്ക്ക് ശേഷം. നഹ്വു ഖൗലിക, നിന്റെ വാക്ക് പോലെ. അലിംതു അന്ന സൈദൻ മുൻതലിഖുൻ, അലിംതു അന്ന സൈദൻ മുൻതലിഖുൻ. വളനന്തു അന്നക ജാഹിലുൻ. ഖാല അല്ലാഹു തആല അല്ലദീന യദുന്നൂന അന്നഹും മുലാഖൂ റബ്ബിഹിം. അവിടെ അന്ന എന്ന് വായിച്ചു. ഔ അല്ലെങ്കിൽ ഹൈസു ഒരു സ്ഥലത്ത്, തവസ്സത്തത് അത് ഇടയിൽ വന്നു, അൽ കലാമ കലാമിനിക്ക് മധ്യത്തിലായി വന്നു, സംസാരത്തിൻ്റെ ഇടയിൽ വന്നു. ഇബ്തദഅ്താന്നാണ് നേരത്തെ പറഞ്ഞത്, തുടങ്ങിയെന്നാണ്. ഇവിടെ മധ്യത്തിലായി. നഹ്വു ഖൗലിക, നിന്റെ വാക്ക് പോലെ. ലൗ അന്നക ജിഅ്തനി ലഅക്രംതുക. അല്ലാഹു തആല വലൗ അന്നഹും ഫഅലൂ മാ യുഅദൂന ബിഹി ലകാന ഖൈറൻ ലഹും. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി പറയട്ടെ. ഇനി നമ്മൾ പറയുന്നത് ഇതും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ഉദാഹരണത്തിൽ നിങ്ങൾക്ക് കാണാം, ഇന്ന സൈദൻ ലമുൻതലിഖുൻ. ഇന്ന സൈദൻ ലമുൻതലിഖുൻ. ഇനി എന്നതിനർത്ഥം ഇന്ന സൈദൻ തീർച്ചയായും സെയ്ദ്, ലമുൻതലിഖുൻ അവൻ പോകുന്നവൻ തന്നെയാണ്. അതൊന്നും കൂടി ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പറയാം. സെയ്ദുൻ മുൻതലിഖുൻ, സെയ്ദ് പോകുന്നവനാണ് എന്ന് പറഞ്ഞപ്പോൾ ഓൻ പോകണമെന്നല്ല. അപ്പോൾ ഇന്ന സെയ്ദൻ മുൻതലിഖുൻ എന്ന് പറഞ്ഞു, സെയ്ദ് പോകുന്നവൻ തന്നെയാണ്. ഇല്ല ഓൻ പോണില്ല. അപ്പോൾ ഒന്നുകൂടി തൈക്കിതാക്കണം. നമ്മൾ നിഷേധിക്കുന്ന, നമ്മോട് നിഷേധം പ്രകടിപ്പിക്കുന്ന തോതനുസരിച്ച് നമ്മൾ ശക്തി എന്ത് ചെയ്യണം? കൂട്ടി സംസാരിക്കേണ്ടി വരും. അപ്പോൾ അത് ഒന്നും കൂടി ശക്തി കൂട്ടി കൊടുത്താണ് ഇന്ന സൈദൻ ലമുൻതലിഖുൻ, ഒരു ലാം അവിടെ കയറി. ഇനി ചില സമയത്ത് ഇവിടെ ഉണ്ട് ഇന്ന ഫീ ദാലിക ലഇബ്റതൻ, തീർച്ചയായും അതിൽ ഉണ്ട്, ലഇബ്റതൻ പാഠമുണ്ട്, അവിടെയും ഒരു ലാം കയറി. അപ്പോൾ ആദ്യം പറഞ്ഞോടത്ത് ഖബറിലാണ് ലാം കയറിയത്, രണ്ടാമത് പറഞ്ഞോടത്ത് ഇസ്മിലാണ് ലാം കയറിയത്. അപ്പോൾ ഇങ്ങനെ തഅ്കീദിന് വേണ്ടി ലാം പ്രവേശിക്കും. അത് 3 സ്ഥലത്ത് പ്രവേശിക്കും. ആ 3 സ്ഥലം കൂടി നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം.
ശ്രദ്ധിച്ചണേ. ഫസ്ലു വത്തദ്ഖുലു പ്രവേശിക്കും, അല്ലാമു ലാമ് പ്രവേശിക്കും, അൽ മഫ്തൂഹത്തു ഫത്ഹ് വെക്കപ്പെട്ടതായ ലാമ് പ്രവേശിക്കും. എന്തിനു വേണ്ടി പ്രവേശിക്കും? ലി തഅക്കീദി തഅക്കീദിനു വേണ്ടി, ശക്തി കൊടുക്കാൻ വേണ്ടി, ആശയം ഒന്ന് സ്ട്രോങ് ആക്കി പറയുന്നതിന് വേണ്ടി ഫത്ഹ് വെക്കപ്പെട്ട ലാമ് പ്രവേശിക്കും. എവിടെ പ്രവേശിക്കും? ഫി ഖബരി ഇന്നൽ മക്സൂറത്തി ഖാസത്തൻ, എസ്പെഷ്യലി പ്രത്യേകിച്ച് കസ്ർ വെക്കപ്പെട്ടതായ ഇന്നയുടെ ഖബറിൽ, കസ്ർ വെക്കപ്പെട്ടതായ ഇന്നയുടെ ഖബറിൽ. ഇദാ കാനൽ ഇസ്മു മുഖദ്ദമൻ അലൈഹി, ഇസ്മ് ഖബറിനേക്കാൾ മുന്തിക്കപ്പെട്ടു വന്നാൽ, മുന്തിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഓർഡർ അനുസരിച്ച് വന്നു, ഇസ്മ കഴിഞ്ഞിട്ട് തന്നെ ഖബർ വരവ്. അപ്പോൾ ഖബറിനേക്കാൾ ഇസ്മ മുന്തി വന്നാൽ, മുന്തിക്കപ്പെട്ടു വന്നാൽ എന്ന് പറഞ്ഞാൽ ഇസ്മ ആദ്യവും ഖബർ പിന്നെയും വന്നാൽ, തഅക്കീദിന് വേണ്ടി ഫത്ഹ് വെക്കപ്പെട്ട ലാമ് കസ്ർ വെക്കപ്പെട്ടതായ ഇന്നയുടെ ഖബറിൽ പ്രവേശിക്കും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? നഹ്വു കൗലിക ഇന്ന സൈദൻ ലമുൻതലിഖുൻ എന്ന് പറഞ്ഞു. ഇന്ന സൈദൻ ലമുൻതലിഖുൻ. ഖാല അല്ലാഹു തആല ഇന്നല്ലാഹ ലഗനിയ്യുൻ അനിൽ ആലമീൻ. അവിടെ നോക്ക്, ഇന്നല്ലാഹ ലഗനിയ്യുൻ, ഗനിയ്യുൻ എന്ന ഖബറിൽ ഫത്ഹ് വെക്കപ്പെട്ടതായ ലാമ് പ്രവേശിച്ചു. തീർച്ചയായും അല്ലാഹു ലോകരെ തൊട്ട് ഐശ്വര്യവാൻ തന്നെയാണ്, ഒരാളിലേക്കും അവൻ ആവശ്യമില്ല. അപ്പോൾ ഇന്നയുടെ ഖബറിൽ തഅക്കീദിന് വേണ്ടി ലാമ് പ്രവേശിക്കുന്ന സ്ഥലം പറഞ്ഞു. പക്ഷെ അവിടെ ഓർഡർ അനുസരിച്ച് വരണം, ആദ്യം ഇസ്മും പിന്നെ ഖബറും വരണം. ഇനി വത്തദ്ഖുലുൽ ലാമു, നേരത്തെ പറഞ്ഞ ലാമ് പ്രവേശിക്കും ഫിൽ ഇസ്മി, ഇസ്മിൽ പ്രവേശിക്കും. അപ്പോൾ നമ്മൾ ഖബറിലാ പ്രവേശിക്കും പറഞ്ഞു, ഇനി ഇസ്മിലും പ്രവേശിക്കും. എപ്പോ? ഇദാ കാനൽ ഖബറു, ഖബർ ആയാൽ, ലർഫൻ ലർഫായാൽ, ജാർ മജ്റൂർ കൂടി അല്ല, ഇപ്പം ഇന്ന ഫീ ദാലിക എന്നുള്ളത് ഫീ എന്നുള്ള ജറും ദാലിക എന്നുള്ള മജ്റൂറും കൂടിയതാണ് അതിൻ്റെ ഖബർ. അത് ആദ്യം വരികയും ചെയ്തു. മുഖദ്ദമൻ അലൽ ഇസ്മി, ഇസ്മിനേക്കാൾ മുന്തിക്കപ്പെട്ടതായിട്ട് വന്നാൽ, ഖബർ ലർഫും ഇസ്മിനേക്കാൾ മുന്തിക്കപ്പെട്ടതായും വന്നാൽ അവിടെ എന്ത് ചെയ്യും? ഇസ്മിൽ ലാമ് പ്രവേശിക്കും. നഹ്വു കൗലിക, നിന്റെ വാക്കുപോലെ, ഇന്ന ഫിദ്ദാരി, തീർച്ചയായും വീട്ടിലുണ്ട്, ലസൈദൻ, സൈദന്നെ. അപ്പോൾ ഇന്ന സൈദൻ ഫിദ്ദാരി എന്നാണ് അസിലുണ്ടാവുക. അപ്പോൾ തൗക്കീദാക്കാൻ വേണ്ടിയിട്ട് ഇന്ന ഫിദ്ദാരി, ഫിദ്ദാരി എന്നുള്ള ഖബറിനെ സൈദ് എന്ന ഇസ്മിനേക്കാൾ മുന്തിച്ചു പറയുകയും ആ ഇസ്മിൽ ലാമ് കൊടുക്കുകയും ചെയ്തു. ഖാല അല്ലാഹു തആല ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിമൻ യഖ്ശാ. അപ്പോൾ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇസ്മിൽ ലാവ് കൊടുത്തു. മറ്റോടത്ത് ഖബറില ലാവ് കൊടുത്തത്, ഇവിടെ ഇസ്മിൽ ലാവ് കൊടുത്തു. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? പറയാം. യെസ്. അപ്പോൾ ഇത് രണ്ടാമത്തെ സ്ഥലമായി കേട്ടോ, ലാമ് പ്രവേശിക്കുന്ന. ഇനി മൂന്നാമത്തത് വതദ്ഖുലുൽ ലാമു, ലാമ് പ്രവേശിക്കും ഫീമ ഒന്നിൽ, യഖഉ മൗഖിഅൽ ഖബരി, ഖബറിൻ്റെ സ്ഥാനത്ത് സംഭവിക്കുന്ന ഒന്നിൽ. ഖബറിൻ്റെ സ്ഥാനത്ത് സംഭവിക്കുന്ന ഒന്നിൽ ലാമ് പ്രവേശിക്കും. ഉദാഹരണം നോക്ക് നിങ്ങൾ, ഇന്ന സൈദൻ, തീർച്ചയായും സൈദ്, ലത്വഅമക, നിന്റെ ഭക്ഷണത്തിനെ ആക്കിലു, തിന്നവനാണ്. സൈദിന് ശേഷം ഖബർ പറയാണ് വേണ്ടത്. പക്ഷെ ആ ഖബറിൻ്റെ സ്ഥാനത്ത് ലത്വഅമക, ത്വഅമക എന്ന മഫ്ഊൽ ആദ്യം പറഞ്ഞു. ആക്കിലും എന്നുള്ളത് തിന്നുന്നവനാണ്. എന്തിനെ തിന്നും? നിന്റെ ഭക്ഷണം, നിനക്കുള്ള ഭക്ഷണത്തെ സൈദ് തിന്നിരിക്കുന്നു എന്ന് പറയണം. അപ്പോൾ ആക്കിലുൻ എന്നുള്ളതിൻ്റെ ഒരു മഫ്ഊലായിട്ട് വരുന്നതാണ് ത്വഅമക എന്നുള്ളത്. അത് നേരെ മുമ്പിൽ വന്നു, ആക്കിലുൻ എന്നുള്ളതിന് മുമ്പ് വന്നു. അപ്പോൾ അവിടെയും എന്ത് ചെയ്യും? ആ മഅമൂലിലും ആ ഖബറിൻ്റെ സ്ഥാനത്ത് വന്നതിലും
എന്ത് പ്രവേശിക്കും? ലാമ് പ്രവേശിക്കും. ഇന്ന സെയ്ദൻ തീർച്ചയായും സെയ്ദ് ആക്കിലുൻ തിന്നുന്നവനാണ്, ത്വആമക്ക നിൻ്റെ ഭക്ഷണം എന്നാണ് അവൻ്റെ ഓർഡർ. പക്ഷേ അവിടെ ഓർഡർ തെറ്റിച്ചിട്ട് ഇന്ന സെയ്ദൻ ആക്കിലുൻ എന്ന് പറയാതെ ആക്കിലിൻ്റെ മുമ്പ് ആക്കിലിന് ശേഷം പറയേണ്ട ത്വആമ് എന്ന പദത്തിനെ മുമ്പിൽ പറഞ്ഞു. അപ്പോൾ അതിൽ ആ ഖബറിൻ്റെ സ്ഥാനത്ത് അത് വന്നതുകൊണ്ട് അതിലും ലാമ് പ്രവേശിക്കുന്നതാണ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഷംന ഓക്കെ പറയാം. ഷംനക്ക് ഓക്കെ ആണോ? ഇവിടെ ഇന്ന സെയ്ദൻ തീർച്ചയായും സെയ്ദ് ആക്കിലുൻ തിന്നുന്നവനാണ് എന്ന ആക്കിലു എന്നുള്ളതാണ് എന്തിൻ്റെ ഖബർ വരിക? ഇന്നൻ്റെ ഖബർ വരിക. ത്വആമക്ക എന്നുള്ളത് ത്വആമ മഫൂലാണ്. എന്തിൻ്റെ മഫൂല്? ആക്കിലുൻ എന്നുള്ള ഇസ്മു ഫായിലിൻ്റെ മഫൂലാണ്. ഇസ്മു ഫായിൽ ഫീലിൻ്റെ അമൽ ചെയ്യുന്ന നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ നോക്കട്ടെ. സ്കൂളിൽ പോയിട്ട് നോട്ട് കംപ്ലീറ്റ് ആകാന്ന പിന്നെ എന്താ ചെയ്യും? കംപ്ലീറ്റ് അപ്പം അല്ല ബയോളജി ഫിസിക്സും ഇല്ലേ? 10 വിഷയത്തിൽ 8 വിഷയം കംപ്ലീറ്റ്, 20% ഇനി ബാക്കിയാണ്. ബയോളജി കംപ്ലീറ്റ് ആ തോന്നുന്നു, ഫിസിക്സ് കംപ്ലീറ്റ് അല്ല. കെമിസ്ട്രിയിൽ 3 പാഠം ബാക്കിയുണ്ട്, മാത്സിൽ 5 പാഠം എഴുതിയിട്ടുണ്ട്. ഇതിന് മറ്റാൾ പറഞ്ഞ പോലെ തോന്നുന്നു. പരീക്ഷ ജയിച്ചോന്ന് ചോദിച്ചപ്പോൾ ജയിച്ചിട്ടില്ല, ജയിച്ചിട്ടില്ല എന്ന് പറയുന്നില്ല. എന്ത് പറയുന്നത്? ഒരു 4 പേപ്പർ കിട്ടാണ്ട് 3 പേപ്പർ പോയിട്ടുണ്ട്, 2 പേപ്പർ എല്ലാവരും ജയിച്ചിട്ടില്ല. ഞാൻ തോറ്റു എന്ന് പറയണമെങ്കിൽ പറയും. അതുപോലെ ഇപ്പം നോട്ട് കംപ്ലീറ്റ് വെച്ചോ. നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിക്കും ഒക്കെ നമ്മൾ ചെയ്യൂലേ? ശരി ശരി. അപ്പൊ ഇന്ന സൈദൻ എന്നുള്ളതിന്റെ ഖബർ ആക്കിലുൻ എന്നുള്ളതാണ്. ത്വആമ എന്നുള്ളത് ആക്കിലുൻ എന്നുള്ളതിന്റെ മഫൂലാണ്. ആക്കിലുൻ എന്നുള്ളതിനേക്കാൾ ത്വആമ് എന്ന് മുന്തിച്ചു പറഞ്ഞു. ശരിക്ക് ഫീല് കഴിഞ്ഞിട്ടല്ലേ ഫായിലും മഫൂലൊക്കെ പറയാം. അതേപോലെ തന്നെ ഇസ്മു ഫായിൽ കഴിഞ്ഞിട്ടാണ് ഇസ്മു ഫായിലിൻ്റെ ഫായിലും മഫൂലൊക്കെ പറയേണ്ടത്. പക്ഷേ ആ ഓർഡർ തെറ്റിച്ചിട്ട് ത്വആമ് എന്നുള്ള ഇസ്മു ആക്കിലുൻ എന്നുള്ളതിൻ്റെ ഇസ്മു ഫായിലിൻ്റെ മഫൂലിനെ മുന്തിച്ചു പറഞ്ഞു. അപ്പോൾ അതിലും ഫത്ത് വെക്കപ്പെട്ടതായ ലാമ് തഅ്കീദിന് വേണ്ടി പ്രവേശിക്കും. ഓക്കെ ഫൈസ, അത് ഇതിൽ കാണാൻ നിങ്ങൾക്ക് കണ്ടാവും. അള്ളാഹു പറയുന്ന ഉദാഹരണത്തിന് നോക്കി, ഇന്നഹും തീർച്ചയായിട്ടും അവർ ഫി സക്രത്തിഹിം അവരുടെ പരാജയത്തിൽ യഅമഹൂൻ ആണ്ടുപോയവരാണ്. അപ്പോൾ യഅമഹൂൻ എന്നാണ് അതിൻ്റെ ഖബർ വരിക. ഇതിൻ്റെ ഇന്നഹും എന്നുള്ളതിൻ്റെ ഖബർ. യഅമഹൂൻ എന്നുള്ളതിന് ശേഷമാണ് ലഫി സക്രത്തി എന്ന് പറയേണ്ടത്. അതിൻ്റെ ബന്ധം യഅമഹൂൻ എന്നുള്ളതിലേക്കാണ്. അപ്പോൾ ഫി സക്രത്തിഹിം എന്നുള്ളതിൽ അതിൻ്റെ മഅമൂല് മുന്തി വന്നപ്പോൾ യഅമഹൂൻ എന്നുള്ളതിനേക്കാളും മുമ്പിൽ വന്നപ്പോൾ അതിൽ ലാമ് പ്രവേശിച്ചു. ഓക്കെ ക്ലിയർ അല്ലേ? സിമ്പിൾ. ഇനി അതിൻ്റെ ഇതാണ് പറയുന്നത്. കൗലിന് ശേഷം ഇന്ന വായിക്കണം, കസമിന് ശേഷം ഇന്ന വായിക്കണം, തുടക്കത്തിൽ ഇന്ന വായിക്കണം, ഫത്ത് വെക്കപ്പെട്ട ഇൽമിന് ശേഷം വായിക്കണം, ധനിന് ശേഷം വായിക്കണം, കലാമിൻ്റെ ഇടയിൽ വരുമ്പോൾ വായിക്കണം. വെരി സിമ്പിൾ. പിന്നെ
ഈ ലാമ് വരുന്നത് ഇന്നയുടെ ഖബറിൽ വരും ഇസ്മ ഇന്നയുടെ ഖബറിൽ വരും ഇസ്മ ഖബറിനേക്കാൾ മുന്തി വന്നാൽ. പിന്നെ ഇസ്മിൽ വരും കേട്ടോ, ഇസ്മിൽ വരും എപ്പോൾ ഖബർ ലർഫും ഇസ്മിനേക്കാൾ മുന്തി വന്നാൽ. ഖബറിൻ്റെ മഅമൂലിൽ വരും, ഖബറുമായി ബന്ധപ്പെട്ട മഅമൂലിൽ വരും അപ്പോൾ ഖബറിനേക്കാൾ മഅമൂല് മുന്തി വന്നാൽ. അതിനുള്ള ഓരോ ഉദാഹരണമാണ് നമ്മൾ പറഞ്ഞു. ഇതാണ് അതിൻ്റെ ഒരു ചുരുക്കം. ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? ഇനി ഇത് പഠിക്കാൻ വേറെ സമയം കാണണ്ട, ഇപ്പം തന്നെ പഠിച്ചു. ഇപ്പം നമ്മൾ ഈ ക്ലാസ്സിൽ തന്നെ ഇത് പഠിക്കും. ക്ലിയർ അല്ലേ? എന്തെങ്കിലും സംശയമായിട്ട് പറയും. ബാക്കി അടുത്ത ദിവസം പറയാം അല്ലേ?